ശണ്ണിക്കുട്ടി എബ്രഹാം, നോക്കൂ, നേതൃത്വത്തിൻ്റെ നിലപാട് സതുദ്ദേശപരമല്ല എന്നാണ് വി എം സുധീരൻ പറയുന്നത്. ആരെങ്കിലും പാർട്ടിയിൽ പ്രതിഷേധം ഉയർത്തിയാൽ അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ്. ഞാൻ പാർട്ടിയിൽ തന്നെ ഉണ്ടാകരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഉദ്ദേശം നല്ലതല്ല, അതിന് നിന്നുകൊടുക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി KPCCയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. നേരത്തെ 2 ഗ്രൂപ്പുകളാണ്, ഇപ്പോൾ അത് 5 ഗ്രൂപ്പുകളും അതിൽ തന്നെ ഉപഗ്രൂപ്പുകളുമുണ്ട്. വിലക്കൊന്നും ബാധകമല്ല, പറയേണ്ടത് പറയും. നേരിട്ടുള്ള പോരാട്ടത്തിനാണ് വി എം സുധീരൻ ഒരുങ്ങുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ ശ്രീ ശണ്ണിക്കുട്ടി എബ്രഹാം? ഉണ്ടെങ്കിൽ അത് എത്ര കണ്ട് കോൺഗ്രസിനെ ബാധിക്കും? നികേഷ, വാസ്തവത്തിൽ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അയോധ്യയുമായി ബന്ധപ്പെട്ട ശ്രീരാമജന്മഭൂമിയിൽ ഇപ്പോൾ പുതുതായി ഉയർത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മത്തിൽ സംബന്ധിക്കണോ, കോൺഗ്രസ് പങ്കെടുക്കണോ, കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണോ എന്നൊരു വിഷയം. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ KPCCയുടെ എക്സിക്യൂട്ടീവിൽ നടന്ന കാര്യങ്ങൾ, നികേഷ്, എന്ന് മുതലാണ് കോൺഗ്രസ്സിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നൊരു അവസ്ഥ വന്നുയർന്നത്? കേരളത്തിലെ കോൺഗ്രസ് നമുക്കറിയാം, ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കുറേ കാലമായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാണ് നിങ്ങളൊരു അഭിപ്രായം പറയാൻ പാടില്ല? അതും ചെറിയ കാര്യമല്ല, വളരെ നിർണായകമായൊരു വിഷയം. രാമക്ഷേത്രം പോലെയുള്ള അതിൽ പങ്കെടുക്കണമോ എന്നത് സംബന്ധിച്ച് കോൺഗ്രസ്സിൽ വല്ലാത്ത വെട്ടിൽ എത്തി നിൽക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ചർച്ച നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇത് പൊതു ചർച്ചയല്ല. ഇത് KPCC എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രമുള്ള ഒരു ചടങ്ങാണ്. അതിൽ KPCCയുടെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി, ഒരു മുൻ KPCC പ്രസിഡന്റ് കൂടിയായ, കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്. ഇപ്പോൾ ആന്റണി കഴിഞ്ഞാൽ KPCC പ്രസിഡന്റും ഒക്കെ അല്ലെ ഒപ്പത്തിൽ നിൽക്കാവുന്ന, അല്ലെ അതുപോലെ വി എം സുധീരനോട് ഇരിക്കാൻ പറയും. വയലാർ രവി ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, ക്ഷമിക്കുക. ഇവരൊക്കെ കഴിഞ്ഞാൽ, ആന്റണിയും വയലാർ രവിയും കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കരുത് എന്ന് പറയുക. അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇരിക്കാൻ പറയുക. ഇവരാരാ? ഈ AICC ജനറൽ സെക്രട്ടറി എന്ത് ചുമതല? AICC ജനറൽ സെക്രട്ടറിമാരെ KPCCയോ അല്ലെങ്കിൽ PCCകളോ ഭരിക്കാൻ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളവരല്ല. അതേ കോൺഗ്രസ് ഹൈക്കമാൻഡും അതത് പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഇടനിലേക്ക് നിൽക്കുക, ഒരു ബ്രിഡ്ജ് പോലെ നിൽക്കുക, ഒരു പാലം പോലെ നിൽക്കുക. അതാണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഗുലാം നബി ആസാദിനെ പോലെയൊക്കെയുള്ള വളരെ പ്രഗത്ഭരായ AICC ജനറൽ സെക്രട്ടറിമാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊന്നും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അന്ന് ആന്റണിയോ കരുണാകരനോ പിന്നീട് ഉമ്മൻചാണ്ടിയോ ഒന്നും അനുവദിച്ചിട്ടില്ല. അവരൊക്കെ ഇവിടെ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, ഹൈക്കമാൻഡിന് പറയാനുള്ളത് പറയുന്നു, ഹൈക്കമാൻഡിന് കേൾക്കാനുള്ളത് കേൾക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഏജൻറ്റ് മാത്രമാണ് AICCയുടെ ചുമതല, ഒരു PCCയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി. മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവിടേക്ക് ഇവർ കയറി ഭരിക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മയിലായിരിക്കാം ഇപ്പോഴത്തെ പുതിയ AICC ജനറൽ സെക്രട്ടറി ഇവിടെ വന്നിത് പറഞ്ഞത്. എങ്ങനെ സുധീരനെ പോലുള്ളൊരു ആളിനോട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുക? ഇന്നിപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം വലിയൊരു അച്ചടക്ക ലംഘനം കാണിച്ചത്. KPCC പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ? ഇന്നലെ സുധീരൻ സംസാരിച്ചത് പാർട്ടിക്കുള്ളിലാണ്, പാർട്ടി വേദിയിലാണ്. അതിനെക്കുറിച്ച് KPCC പ്രസിഡന്റ് പുറത്ത് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലെന്ന് വി എം സുധീരൻ പറഞ്ഞു. ഞാൻ പാർട്ടി വിട്ടുപോയെന്ന് വി എം സുധീരൻ പറഞ്ഞു കേട്ടപ്പോൾ നമ്മളാരും ഇത് കേട്ടിട്ടില്ല. അദ്ദേഹം പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നുവെങ്കിൽ, അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അത് അദ്ദേഹം പറയുമായിരുന്നു. അതിന് വി എം സുധീരന് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള ധൈര്യവും അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നികേഷ് ചോദ്യത്തിൽ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ എല്ലാവരും സുധാകരനും VD സതീശനും നേതൃസ്ഥാനത്തേക്ക് വന്നപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നികേഷ് അടക്കം കോൺഗ്രസിലെ ഗ്രൂപ്പ് എല്ലാം പോയി, ഇനി കോൺഗ്രസ് അങ്ങ് ശരിയായി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? സുധീരൻ പറഞ്ഞതല്ലേ സംഭവിച്ചത്? ഇന്നിപ്പോൾ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുമാരായിട്ട് മാറിയിരിക്കുക. അവർക്കെല്ലാം അവരുടേതായ ഗ്രൂപ്പുകൾ. DCC പ്രസിഡന്റുമാരുടെ നിശ്ചയത്തിൽ തുടങ്ങി ആ ഗ്രൂപ്പ് കളി. അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ, മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ഇന്നലത്തെ യോഗത്തിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വർക്കിംഗ് പ്രസിഡൻ്റായ, ദേശീയ നേതാവെന്ന് പറയാവുന്ന
നമ്മുടെ പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തെ പരാതി പറഞ്ഞു. ബെന്നി പരാതി പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പുതിയ നിയമനങ്ങളെക്കുറിച്ച്. പണ്ടെന്തായിരുന്നു ഒരു നികേഷ്, നമുക്കറിയാമല്ലോ, ആൻ്റണിയും കരുണാകരനും തമ്മിൽ അവർ ഗ്രൂപ്പുണ്ട്. അവർ തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യുന്നു. ബ്ലോക്ക് പ്രസിഡൻറ്റോ KPC അംഗങ്ങളോ ഇനി ഏത് പദവിയിലേക്കുള്ള സ്ഥാനങ്ങളാവട്ടെ അവർ ആലോചിച്ച് തീരുമാനിക്കുന്നു. പ്രശ്നങ്ങളില്ലാതിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി ആയപ്പോൾ ഉമ്മൻചാണ്ടിയും കരുണാകരനും തമ്മിൽ, ഉമ്മൻചാണ്ടിയും രമേശും തമ്മിൽ അന്നിവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പാണ് കോൺഗ്രസിലെ പ്രശ്നം. അന്നും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതല്ല പ്രശ്നം. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ്, എറണാകുളത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ്, കണ്ണൂരിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഗ്രൂപ്പ്, KPCC ഭരിക്കുന്ന ഒരു കോർ കമ്മിറ്റി. എന്താ KPCC ആഫീസിൽ നടക്കുന്നുള്ളത്? എങ്ങനെയാണ് അവിടെ പ്രവർത്തനം നടക്കുന്നതെന്നുള്ളത് നികേഷിന് അറിയാമോ? ജനാധിപത്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ വന്ന് അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഒരു പാർട്ടിയായിട്ട് നമുക്ക് പിന്നെ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ളത് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ കോൺഗ്രസ് ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പോകണോ പോകണ്ടായോ? രണ്ട് വശങ്ങളുണ്ട്. പോയാൽ അത് പിന്നെ മതനിരപേക്ഷ ക്രെഡൻഷ്യൽസിനെതിരാകും, യാതൊരു സംശയവുമില്ല. പോയില്ലെങ്കിൽ ഒരു പക്ഷേ ആൻറ്റി ഹിന്ദു അവർ പറഞ്ഞു തുടങ്ങി. BJPക്കാരും ഒരു ഒന്നാം തരം ഒരു രാഷ്ട്രീയ അജണ്ട BJP സെറ്റ് ചെയ്യുന്ന ട്രാപ്പ് കോൺഗ്രസ് ഒരു കെണി പിന്നെ തയ്യാറാക്കി വച്ചിരിക്കുക. Debate with MV Nikesh Kumar.